ഞാനിപ്പോ ഓൾറെഡി ഒരു ലോങ് പൊസിഷനിലാണ്. നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് ബൈയിങ്, അതിന്റെ റീസൺസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നേക്കുന്ന ഒരു വാല്യൂ ഏരിയ ലോയിൽ നിന്നും ഡെയിലി പ്രൊഫൈലിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി എടുത്തേക്കുന്നത്. ബട്ട് കുറച്ച് നെഗറ്റിവിറ്റീസ് ഉണ്ട്. കുറച്ച് ബൈയിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ തന്നെ സാധ്യതയുള്ളത്. അതേപോലെ നമുക്ക് ലിക്വിഡിറ്റീസ് നോക്കിയാൽ തന്നെ നമുക്കിപ്പോ ലിക്വിഡിറ്റി കുറച്ച് താഴെ ഓൾറെഡി നമ്മൾ ബൈ പൊസിഷൻ വന്ന രീതി റേഞ്ചിൽ അത്യാവശ്യം ലോവർ റേഞ്ചിൽ നല്ല ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോ ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്കും പയ്യെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും പഠിക്കാം. അതേപോലെ തന്നെ നമുക്ക് SL അടിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ നോക്കുകയാണുള്ളത്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പൊ വന്നേക്കുന്ന 2991 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് എന്തെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നല്ലൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുകൊണ്ടല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡ് പോയ സമയത്ത് മാർക്കറ്റിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇവിടെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇത്തരം ഗ്യാപ്സ് ഒക്കെ ഉള്ള സമയത്ത് നോർമലി മാർക്കറ്റ് ഒന്നുകൂടി ഒന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന 2988 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച് മേ ബി ബ്രേക്ക് ചെയ്താൽ, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ എന്തായാലും മാർക്കറ്റ് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 2953 ഒക്കെ കുറെ ദിവസങ്ങളിലൊക്കെ മുമ്പ് വന്നേക്കുന്ന ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചൊക്കെ മേ ബി മാർക്കറ്റില് ഇന്ന് അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു റേഞ്ചിലേക്ക് വരാൻ സാധ്യത. എന്തായാലും മാർക്കറ്റ് കുറച്ചു നേരം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായിരിക്കണം മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് അടിക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും നമ്മളിപ്പോ എടുത്തേക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലോങ് പൊസിഷൻ ആണ്. ലോങ് പൊസിഷൻ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു നമുക്കൊരു 94 കിട്ടേണ്ടതായിരുന്നു. 94 ഞാനൊരു 40 പിപ്സ് ഇതിൽ നമുക്ക് കാരണം വെച്ചാൽ എക്സിറ്റ് ആയേനെ, സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങിയേനെ. റീസൺ ഞാൻ പറഞ്ഞു, ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ പുട്ട് ഓപ്ഷൻ ആയിക്കോട്ടെ വലിയ രീതിയിലുള്ള മാർക്കറ്റിന് ഒരു ഇൻട്രസ്റ്റ് ഒന്നും മാർക്കറ്റിൽ വലിയ രീതിയിലൊന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത, ഒരു ട്രെൻഡ് എവിടേക്കാണെന്നുള്ളത് മാർക്കറ്റ് ഡിസൈഡ് ചെയ്യാത്ത പോലെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. എനിക്ക് നിങ്ങളുടെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മൊബൈലിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോ അതേപോലെ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ലോ 93 വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു 93 വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേഞ്ച് എന്തായാലും മാർക്കറ്റ് സ്ലോലി ആയിരിക്കും മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾറെഡി മാർക്കറ്റ് അത്യാവശ്യം ഒരു ഹയർ റേഞ്ചിൽ നല്ലൊരു സെല്ലായിരുന്നു നമുക്ക് മുകളിൽ നിന്ന് വന്നത്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ മിക്കവർക്കും ഡാറ്റയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡാറ്റയുടെ ഇഷ്യൂ ഇന്നും കൂടെയൊക്കെ ആയിരിക്കും, നാളെയൊക്കെ ആയിരിക്കും. ഫ്രീ ഡാറ്റ കിട്ടാനുള്ള ചാൻസ് റയർലി ചാൻസ് ഉള്ളൂ. ഇനിയിപ്പം എന്തായാലും പെയ്ഡ് ഡാറ്റ തന്നെ എടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഫ്രീ ഡാറ്റ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ. ഇന്നിപ്പോ വലിയൊരു മൂവ്മെന്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്തായാലും ന്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും ഇനിയിപ്പോ കുറച്ചും കൂടിയും ഒരു നല്ല ന്യൂസ് ഉണ്ടെങ്കിലായിരിക്കും. ന്യൂസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ 6 മണിക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, റീറ്റെയിൽ സെയിൽസിന്റെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇന്നിപ്പോ വരാനില്ല. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ജസ്റ്റ് നോക്കി പോയാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും വലിയ ഫോംസി പോലത്തുള്ള ന്യൂസുകളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഹലോ ഹലോ ആരെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ 93 കീപ്പ് ചെയ്യുന്നതായിരിക്കും, SL കീപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു റേഞ്ച്